ഞാനൊരു ലവ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിയൽ ലവ് സ്റ്റോറി. ഈ ലവ് സ്റ്റോറിക്ക് ഞാനൊരു ഹെഡിങ് ഇട്ടിട്ടുണ്ട്. ക്യാൻ എ ഗേൾ ആൻഡ് ബോയ് ബി ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ? പറ്റുമോ? എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ യെസ് ഒന്നും നോ എന്നും പറയില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചാണ്. ഈ സ്റ്റോറിയിൽ എന്തായാലും ലവ് സ്റ്റോറി ആയിരിക്കുമല്ലോ, അപ്പോൾ എന്തായാലും ഒരു ലവ് കാണണം. ഈ ലവ് സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം കേൾക്കാൻ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി വന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ ലവ് സ്റ്റോറി വായിക്കട്ടോ. LKG മുതൽ 12ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചതെങ്കിലും ഞാൻ അവനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. ആ വർഷം മുതലാണ് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത്. ആരോടും അങ്ങനെ അടുക്കാത്ത സ്വഭാവക്കാരനാണ് പുള്ളി, പ്രത്യേകിച്ച് ഗേൾസിനോട്. അങ്ങനെ ഒരു വ്യക്തി എൻ്റെ കൂടെ പഠിക്കുന്നത് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു വർഷം കഴിഞ്ഞ് 10ാം ക്ലാസ് അവസാനത്തോടെ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അവൻ എന്നെ ആദ്യമായിട്ട് നോക്കി ചിരിച്ചതുപോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ആരോടും സംസാരിക്കാത്തൊരു വ്യക്തി എന്നെ നോക്കി ചിരിച്ചില്ലേ. ഞാൻ എല്ലാവരുമായിട്ടും കമ്പനി ആകുന്നൊരു സ്വഭാവക്കാരിയാണ്. പക്ഷെ പുള്ളി നേരെ ഓപ്പോസിറ്റും. 10ാം ക്ലാസ്സിൽ അവസാനത്തോടെ സോഷ്യൽ മീഡിയ വഴി നല്ലതായിട്ട് സംസാരിച്ചു തുടങ്ങി. നമ്മൾ പരസ്പരം കൂടുതൽ അറിയാനും തുടങ്ങി. വളരെ ക്ലോസ് ആയി. മെസ്സേജ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കണ്ട ഭാവം പോലും കാണിക്കില്ലാണ്. ഇതിനെ ചൊല്ലി ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ. വഴക്കിട്ട് പിന്നെ നേരിട്ട് കാണുമ്പോഴും അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി, അത് നല്ല ഫ്രീ ആയിട്ട്. എങ്കിലും ബാക്കി ഗേൾസിനോടൊന്നും സംസാരിക്കാൻ പുള്ളിക്കാരന് ഷൈ ആയിരുന്നു. 11th ഒരേ സ്ട്രീം എടുത്തു, പിന്നെയും ഒരേ ക്ലാസ്സിൽ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റാർക്കും ഇല്ലാത്ത പോലെ ദിവസം തോന്നും വളർന്നുകൊണ്ടിരുന്നു. എനിക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നുമ്പോൾ ഞാൻ അവനോട് ഡിസ്കസ് ചെയ്യും. അതേപോലെ അവനൊരാളുടെ കൂടെ ഇഷ്ടം തോന്നിയിരിക്കും, അതെന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനത് കൺഫ്യസ് ചെയ്യാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് അവനെ ഞാൻ സെറ്റാക്കി ഇട്ടു. ഗേൾ ഫ്രണ്ട് ആയെങ്കിലും ഗേൾ ബെസ്റ്റിയോട് അവൻ ഒരിക്കൽ പോലും സ്നേഹം കളഞ്ഞില്ല. അവനെന്നെ അവോയ്ഡ് ചെയ്തതേയില്ല. റിലേഷനപ്പുറം ആയിരുന്നു ഞങ്ങളുടെ ആ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒബ്വിയസ്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിലും അവൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ റിലേഷനും ഫ്രണ്ട്ഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ അവരും സ്ട്രഗിൾ ചെയ്തു. 2 ഫ്രണ്ട്സിനെ ലൂസ് ചെയ്യാണ്ടിരിക്കാനും ഞാനും അവരുടെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ദിവസങ്ങളെല്ലാം കടന്നുപോയി. അപ്പോൾ ആണ് ആ ട്വിസ്റ്റ്. എന്തോ ഫെയ്റ്റ് പോലെ നമ്മുടെ ക്ലാസ്സിലൊരു പയ്യൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പെൺകുട്ടികൾ വായി നോക്കിയ പയ്യനായതുകൊണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വാവ് ഫാക്ടർ ആയിരുന്നു എനിക്കത്. ഒരു റിലേഷൻഷിപ്പ് മെറ്റീരിയൽ എന്ന് സ്വയം കരുതിക്കൊണ്ടിരുന്ന ഞാൻ ഈ കാരണം കൊണ്ട് അവനോട് ഇഷ്ടമാണെന്ന് നോക്കി പറഞ്ഞു. സെറ്റാവും ചെയ്യും. ചെറിയൊരു അട്രാക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. റിലേഷനായി എങ്കിലും എല്ലാവരും പറയുന്ന പോലെ ബട്ടർഫ്ലൈസ് ഒന്നും എൻ്റെ മേലെ പറഞ്ഞില്ല. അവനൊരു നല്ല പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനും ഒരു ഫാക്ടർ ഞാൻ കണ്ടില്ല. ഐ തോട്ട് ദിസ് ഇസ് ഹൗ ബീയിങ് ഇൻ എ റിലേഷൻഷിപ്പ് ഫീൽസ്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ബെസ്റ്റ് ഫ്രണ്ട് അകന്നു പോകുമോ എന്നുള്ള എൻ്റെ കഥാനായകൻ്റെ പേടി വല്ലാണ്ട് അവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഭയങ്കര സെൻസിറ്റീവായിരുന്നു. അവൻ്റെ കാര്യം പോലെ തന്നെ റിലേഷൻ ആയെങ്കിലും ബോയ് ഫ്രണ്ടിനേക്കാൾ എനിക്ക് വലുത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു. മൈ ബോയ് ഫ്രണ്ട് വാസ് ക്വൈറ്റ് ഓക്കെ വിത്ത് ഇറ്റ്. ദിവസം കഴിയും തോറും റിലേഷൻഷിപ്പ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ അഫക്റ്റ് ചെയ്തേയില്ല. നമ്മുടെ ബോണ്ട് എപ്പോഴും സ്ട്രോങ്ങർ ആയിക്കൊണ്ട് തന്നെയിരുന്നു. തമ്മിൽ ലൂസ് ചെയ്യുന്നുള്ള ഞങ്ങളുടെ എക്സസ് ഫിയർ ഞങ്ങളെ വല്ലാണ്ട് അകറ്റിയിരുന്നു. റിലേഷൻഷിപ്പ് ഹെൽത്തിയായി പോകുന്നുണ്ടായിരുന്നതേ ഇല്ല. നെയ്തർ ഫ്രണ്ട്ഷിപ്പ് നോ റിലേഷൻഷിപ്പ് എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞു ഒരിക്കൽ തമ്മിൽ ലൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനായി. ലൈഫിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ വേറെ പാർട്ട്നേഴ്സ് വരും. ഒബ്വിയസ്ലി ഡിസ്റ്റൻസ് ഉണ്ടാവും, പ്രയോറിറ്റീസും മാറാൻ തുടങ്ങും. ഞങ്ങൾക്കതൊട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ലൈഫിൽ എപ്പോഴും ഇതേപോലെ കൂടി ഉണ്ടാവണമെന്ന് രണ്ടുപേർക്കും തോന്നും. ക്യാൻ എ ഗേൾ ആൻഡ് ബോയ് ബി ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ? ചിലർക്ക് ഓക്കെ ആകും, ചിലർക്ക് ഓക്കെ ആയില്ല. നമ്മൾ ഓക്കെ ആകില്ല, നമ്മുടേത് ഓക്കെ ആയില്ല. ഞങ്ങളെപ്പോലെ സെയിം സിറ്റുവേഷനിലുള്ളവർക്ക് അത് ഓക്കെ ആവത്തില്ല. ഇറ്റ് വാസ് മോർ ദാൻ എ റിലേഷൻഷിപ്പ് ആൻഡ് മോർ ദാൻ എ ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയവർക്കറിയാം
ദാറ്റ് സോ മാജിക്കൽ. ശരിയാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്തർ ഫ്രണ്ട്ഷിപ്പ് നോർ ലവേഴ്സ് എന്നൊക്കെ. ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അത് വേറൊരു ഫീലാണ്. ക്രഷാണോ ലവ് ആണോ ഒന്നും പറയാൻ പറ്റത്തില്ല അതിന്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇനി ഒരു കാരണം കൊണ്ടും പിരിയില്ല എന്ന്. ഞാനൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടുള്ളായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ കഥയിലെ വില്ലൻ മധുവായിരുന്നു. റിലീജിയൻ ശരിക്കും ഭയങ്കര ദുഷ്ട കഥാപാത്രമാണ് കേട്ടോ ഈ മതം, റിലീജിയൻ എന്നൊക്കെ പറയുന്നത്. ഒരു ലവേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും വില്ലനായിട്ട് വരുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഈ റിലീജിയൻ. അപ്പോൾ ഇവിടുത്തെ കുട്ടി മുസ്ലിമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഉമ്മച്ചിയെ കുട്ടിയെ പ്രണയിച്ച നായറിൻ്റെ കഥയാവോ ഇത്? അറിയില്ല, നോക്കാം. പക്ഷെ അതൊന്നും പിന്നീട് വക വയ്ക്കാൻ നിന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നായി. എല്ലാം ശുഭമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വില്ലൻ 2ൻ്റെ എൻട്രി. ആഹാ, അടിപൊളി. ആരാണ് ആ വില്ലൻ 2 നോക്കട്ടെ? എൻ്റെ വാപ്പച്ചി. അയ്യോ, പുള്ളിക്കാരിയുടെ അച്ഛനാണ് കേട്ടോ. ഞങ്ങളുടെ കാര്യം വീട്ടിലറിഞ്ഞു. ആദ്യമായി അടിയായി, ഭയങ്കര ബഹളമായി. വീട്ടുകാരുടെ ടെറർ മോഡ് ഞാൻ കണ്ടു. ടീച്ചേഴ്സിനെ വിളിച്ചു, സ്കൂൾ പ്രിൻസിപ്പലിനെ വരെ വിളിച്ചു. എൻ്റെ വാപ്പ ടീച്ചേഴ്സിനെ കൊണ്ട് അവനെ ബ്രെയിൻ വാഷ് ചെയ്യിച്ചു, അതുപോലെ തന്നെ എന്നെ. മാസങ്ങൾ കൂടി ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് കഴിയാൻ. ആ ദിവസങ്ങൾ വീട്ടുകാരെ പേടിച്ച് ഇത്രയും ക്ലോസ് ഫ്രണ്ടാ കൂടിയായ അവനെ സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്ത് നിൽക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അതിന് ഞാൻ ഫോഴ്സ്ഡായി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ടഫസ്റ്റ് ഫേസ് തന്നെയായിരുന്നു അത്. ഉള്ളിലുള്ള സ്നേഹം തമ്മിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നല്ല ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അങ്ങനെ സ്കൂൾ ജീവിതം തീരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത സിറ്റുവേഷൻ. പല ആൾക്കാരുണ്ട് പറയാറുണ്ട് എന്നോട്, എനിക്ക് വൺ സൈഡ് ലവ് ആണ്, എനിക്ക് എന്നെ ഇഷ്ടമാണല്ലേ അവളെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. എക്സ്പ്രസ് ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള ലവ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പ്രസ് ചെയ്യാം. ദേഷ്യമാണെങ്കിൽ അതും എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്തോളം മറ്റുള്ളവർ അറിയില്ല നമ്മളെങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. അത് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? എക്സ്പ്രസ് ചെയ്യുക, എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാത്തോളം ഇതൊന്നും ആരും കാണില്ലടോ, ഇതൊന്നും ആരും മനസ്സിലാക്കില്ലടോ അന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെന്താണോ അത് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ബാക്ക് ടു സ്റ്റോറി. അങ്ങനെ സ്കൂൾ ജീവിതം തീർന്നു. അത്യാവശ്യം നല്ല മാർക്കുള്ളതുകൊണ്ട് രണ്ടുപേർക്കും നല്ല കോളേജിൽ കയറാൻ പറ്റി. ഇവിടെയും തീർന്നിട്ടില്ല. നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് പിരിയേണ്ടി വന്നത് കൊണ്ടും അതിനേക്കാൾ അപ്പുറം നമ്മളിലുള്ള ഇഷ്ടം അതുപോലെ നിലനിന്നത് കൊണ്ടും അറിയാതെ ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. എത്രയൊക്കെ ഒളിച്ചാലും ഇല്ലെങ്കിലും അറിയേണ്ട സമയത്ത് എല്ലാവരും അത് അറിയല്ലോ. അങ്ങനെ എൻ്റെ വീട്ടിൽ പറഞ്ഞു. ഇത്തവണ അവൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ വാപ്പ പറഞ്ഞു. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയ ഞാൻ അന്ന് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവേണ്ടി വന്നു. എഗെയിൻ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണ്. അല്ലേലും ഈ ലോകത്ത് നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനവും നമുക്കങ്ങനെ ഏറ്റവും പെട്ടെന്ന് കിട്ടത്തില്ല. അത് ദൈവം നമുക്ക് തരില്ല. ശരിയാണ് കേട്ടോ, ഭയങ്കര 100% ശരിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. എന്നാൽ നമ്മുടെ ആഗ്രഹിക്കുന്നതിലപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെ ആ സിറ്റുവേഷൻ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതൊക്കെ ദൈവം സമയത്തിനങ്ങ് തന്നോളും. മേടിക്കേണ്ട ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഇന്നത് കിട്ടും ഇത് കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും നമ്മുടെ ദൈവവും നമ്മുടെ പാരൻസും ഒക്കെ നമുക്ക് തരിക. ഓക്കെ, ഇത്തവണയും നമ്മുടെ ഫിയറിനേക്കാൾ ഏറ്റവും ആഡായിരുന്നു നമ്മുടെ സ്നേഹം. എനിക്ക് പെട്ടെന്ന് അവനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? കാരണം അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ലേ. ഞങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിൽ കുറേ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പാച്ചപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ ഞങ്ങൾ അതിനെ ഓരോ വഴിയുണ്ടാക്കി ചെയ്തുകൊണ്ടിരുന്നു. ചില ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അത് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫിയറിനേക്കാൾ വലുതാകുമ്പോൾ എത്രയൊക്കെ വിട്ടുകളയാൻ ശ്രമിച്ചാലും നമുക്കത് പറ്റില്ല. പക്ഷേ മായുന്നതിൽ അപ്പു പറയും, സന്തോഷം വരുമ്പോൾ ഞാൻ മാപ്പിനെ ഓർക്കുന്നു, പക്ഷെ ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവനെ ഓർക്കും. കാരണം he is the pill of all my sickness. വീട്ടുകാരെന്നല്ല ഇനി ദൈവം വന്ന് ഓർഡർ ഇട്ടാലും ഞാൻ പുള്ളിയെ മറക്കാൻ തീരുമാനിച്ചിട്ടില്ല.
അവരുടെ മുന്നിൽ പിരിയേണ്ടി വന്നാലും എനിക്ക് ഉള്ളിൽ അവനെ സ്നേഹിക്കാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒന്നും പെർമിഷൻ വേണ്ടല്ലോ. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടായിട്ട് കൂടി കിട്ടുന്ന ലക്കിയസ്റ്റ് ആൾക്കാരായിരിക്കും. അങ്ങനെ കിട്ടിയ ഈ ലക്കിനെ എനിക്കങ്ങനെ ഗീവ് അപ്പ് ചെയ്ത് കളയാനൊന്നും തോന്നിയില്ല. ഇത് ഞങ്ങളുടെ ലവ് സ്റ്റോറി മാത്രമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി കൂടിയാണ്. അതെനിക്കും തോന്നിട്ടോ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡെപ്ത്നെസ് കാണിക്കുന്ന സ്റ്റോറി കൂടിയാണെങ്കിൽ പിന്നെ ലവേഴ്സ് ഒരു സിറ്റുവേഷനിലൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യണമല്ലേ? ഓക്കെ, നമ്മളെങ്ങനെയാണ് ലവേഴ്സ് ആയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും സ്പെസിഫിക്കലി അറിയത്തില്ല. ഇറ്റ് ഹാപ്പൻ സംഹൗ. നമ്മൾ പോലും അറിയാതെ ഈ സ്റ്റോറിയുടെ എൻഡിങ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇഷ്ടം പോവാത്തിടത്തോളം കാലം ഇങ്ങനെ തന്നെ ബ്രേക്കപ്പ് പാച്ചപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത്രേ ഉള്ളൂ കേട്ടോ സ്റ്റോറി എനിക്കിഷ്ടമായി. കാരണം ഒരുപാട് പേർക്കുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇതൊരു റയർ സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ സ്റ്റോറി ഉണ്ടാവും. അവർ വിചാരിക്കും അയ്യോ ബെസ്റ്റ് ഫ്രണ്ടിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക, അതൊക്കെ എന്താ അങ്ങനത്തെ സിറ്റുവേഷൻ പല ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി പോവില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ പറയുക എനിക്ക് ഇതിനോട് ഫ്രണ്ട്ഷിപ്പ് കളയാൻ താല്പര്യമില്ല, പക്ഷെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് റിലേഷനിലേക്ക് പോകാം, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുക. അല്ലാണ്ട് മനസ്സിലുള്ള സ്നേഹം അങ്ങനെ അടിച്ചമർത്തി അതിനെ കുറിച്ചിട്ടിട്ട് പിന്നെ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ട് എന്താ കാര്യം അല്ലേ? ഉള്ള സ്നേഹം തുറന്നു പഠിക്കാം, പറയാൻ പഠിക്കുക. ബൈ.